Hi everyone, this is Shafi Muhammad. Welcome to this new video. വളരെ ക്രിയേറ്റീവ് ആയിട്ടും അതുപോലെ തന്നെ ഹാപ്പി ആയിട്ടും നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു 3 ടിപ്സ് പറഞ്ഞു തരികയാണ്. സോ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് വളരെ നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കാം. ഒന്നാമതായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോബി എന്താണെന്നുള്ളത് തിരിച്ചറിയുക. ആ ഹോബിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റിവെക്കുക. ഓക്കെ, എന്താണ് നിങ്ങളുടെ ഹോബി എന്താണ്? അതായത് നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ വളരെ ഇഷ്ടപ്പെട്ട് പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന ജോലി ഉണ്ടാവും. ബട്ട് അറ്റ് ദ സെയിം ടൈം എന്നാൽ ചില കാര്യങ്ങളുണ്ടാവും നിങ്ങൾക്ക്, അത് നിങ്ങളുടെ ജോലി ആയിരിക്കില്ല, ജോലിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലാത്ത ചില വ്യത്യസ്തമായ ചില കാര്യങ്ങൾ. നിങ്ങൾ ജോലി നിങ്ങളുടെ പാഷനാണ് എങ്കിലും അല്ലെങ്കിൽ അതിനും അപ്പുറത്ത് നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ടാവും. അവർ ചിലപ്പോൾ ഒരു യാത്ര പോകുന്നതാവാം, അതല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഗാർഡനിങ് ആവാം, ചെടി വളർത്തുക, അതിന് വെള്ളം നനയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാവാം. അതല്ലെങ്കിൽ പെയിന്റിങ് ആവാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആർട്ടിസ്റ്റിക് ലെവലിൽ ഫോട്ടോ എടുക്കുന്നതാവാം. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ തൃപ്തി തരുന്ന എന്തെങ്കിലും ചെറിയ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ഭയങ്കര വാല്യുബിൾ ആണെന്ന് തോന്നുന്ന ഒരു ആർട്ടിസ്റ്റിക് ഫീല് തരുന്ന ഒരു നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു തൃപ്തി, സന്തോഷത്തിന്റെ ചെറിയൊരു അംശം നൽകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, ആരെങ്കിലും ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നതാവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ, സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ, ഹോബി ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടെത്തുക. ആ ഹോബിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ബ്രേക്ക് എടുത്തിട്ട് ഇടയ്ക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നിങ്ങൾക്ക് നൽകുന്ന ഒരു ഫുൾഫിൽമെൻ്റ് ഉണ്ട്. അതിൽ തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് നിങ്ങളെ ചിന്തിക്കാൻ ബ്രെയിനെ സഹായിക്കുകയും ചെയ്യും. സോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ വളരെ ഹാപ്പി ആയിട്ടും ക്രിയേറ്റീവായിട്ടും മുന്നോട്ട് പോകാൻ ടേക്ക് എ ബ്രേക്ക് ആൻഡ് ട്രാവൽ. ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ട്രാവൽ ചെയ്യുക. അപ്പോൾ ഇത് എല്ലാവർക്കും സാധിച്ചോളണം, പക്ഷെ മനസ്സ് വെച്ച ഒരാൾക്ക്, ആഗ്രഹമുള്ള ഒരാൾക്ക്, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരു വഴി കണ്ടെത്തും, അല്ലാത്തവൻ ഒരു ഒഴിവ് കഴിവ് കണ്ടെത്തും. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ വളരെ പ്രയോറിറ്റി കൊടുക്കുക. നിങ്ങൾക്ക് എത്ര കണ്ട് ക്രിയേറ്റീവായിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കണം. അപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള ജോലി ചെയ്യുന്നവരെല്ലാവരും ഇത്തരത്തിലുള്ള ഒരു ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ട് കിട്ടും. മറ്റൊരു മെത്തേഡുള്ള എന്താണെന്ന് വെച്ചാൽ മെഡിറ്റേഷൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ മനസ്സിനെ എപ്പോഴും കാം ആൻഡ് ക്വയറ്റ് ആക്കിയിട്ട് നിർത്തുക. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ നിർത്തിയിട്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഹാപ്പി ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് നയിക്കാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് വരികയും ചെയ്യും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഹോബി കാര്യങ്ങൾക്കൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് മതി. ഇപ്പോൾ നിങ്ങളൊരു പെയിൻറ്റിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് നിങ്ങളെ വല്ലാണ്ട് സ്ട്രെസ് ചെയ്യരുത്. ഉള്ളിൽ നിന്നൊരു തൃപ്തി തരുന്ന വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഇതുവരെ ട്രൈ ചെയ്യാത്ത രീതിയിൽ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു കാര്യമായിരിക്കണം നിങ്ങളുടെ ഹോബി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നിങ്ങളുടെ ഇഷ്ടം മുഴുവൻ, നിങ്ങളുടെ സ്വാതന്ത്ര്യം മുഴുവൻ ഉപയോഗപ്പെടുത്തുക, അത് മുഴുവൻ പ്രകടിപ്പിക്കാനുള്ള സ്പേസ് ആയിട്ട് അതിന് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വല്ലാണ്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നോവേറ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് പുതിയ തരത്തിൽ ഇങ്ങനെ ആ ഹോബിയിൽ നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ്സ് നടത്താൻ പറ്റും എന്നുള്ളത് ശ്രമിക്കും. എന്നിട്ട് അത് ചെയ്യുക. ചിലപ്പോൾ ചെറിയ കുഞ്ഞു പാവകൾ ഉണ്ടാക്കുന്നതാവാം, കൊത്തുപണികൾ ചെയ്യുന്നതാവാം, വട്ടെവർ ഇറ്റ് ഈസ്, എന്താണെങ്കിലും ശരി, ഫൈൻഡ് എ ഹോബി ആൻഡ് ഗോ ആഫ്റ്റർ ഇറ്റ്. നെക്സ്റ്റ്, ട്രാവൽ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രേക്ക് എടുത്തിട്ട്. അപ്പോൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരത്തേക്ക് ട്രാവൽ ചെയ്യണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥലത്തേക്ക് തന്നെ, ഇങ്ങനെ വേണമെങ്കിൽ പറയാം, രാത്രി പോയ സ്ഥലത്ത് രാവിലെ പോകാം, രാവിലെ പോയടുത്ത് രാത്രി പോകാം. അതേപോലെ തന്നെ പകൽ പോയിടത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പകൽ പോയിടത്തേക്ക് രാത്രി പോകാം, രാത്രി പോയിടത്തേക്ക് പകൽ പോകാം, രാവിലെ പോയിടത്തേക്ക് വൈകുന്നേരം പോകാം, വൈകുന്നേരം പോയിടത്തേക്ക് രാവിലെ പോയി നോക്കാം, മഴക്കാലത്ത് പോയിടത്തേക്ക് വേനൽക്കാലത്ത് പോയി നോക്കാം, തണുപ്പ് കാലത്ത് പോയി നോക്കാം. എല്ലാം നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്നത് ഒരുപാട് വ്യത്യസ്തമായ സ്ഥലങ്ങൾ കാണണം എന്നൊന്നുമില്ല. വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആണ്, അനുഭവങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ ഓരോ അനുഭവങ്ങളും നമ്മൾ മനസ്സറിഞ്ഞ് അത്തരത്തിലുള്ള ഒരു ഓപ്പൺ മൈൻഡോട് കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും നമുക്ക് നമ്മുടെ ചുറ്റുപാടുകൾ പോലും ബോറിംഗായി തോന്നില്ല. ഒരുപാട് ബജറ്റ് വേണം എന്നില്ല. ഇപ്പോൾ ബജറ്റ് ഇല്ലാതെ സിമ്പിളായിട്ടുള്ള യാത്രകളാവാം. സോ ടേക്ക് എ ബ്രേക്ക് സംടൈംസ് ആൻഡ് ട്രാവൽ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് പല എക്സ്പീരിയൻസസ് ആണ് ആവശ്യം. നിങ്ങളുടെ തന്നെ ചുറ്റുപാടുകളൊന്ന് നിരീക്ഷിക്കുന്നത് നല്ലതാണ്. ഒന്ന് വ്യത്യസ്തമായ സമയങ്ങളിൽ ഒന്ന് പോകുന്നത് നല്ലതാണ്.
ഒരു നടക്കാൻ പോകുന്നത് നല്ലതാണ്. നിങ്ങൾ ഓരോ ദിവസവും ഓരോരുത്തരും ഒരു ക്യൂരിയോസിറ്റിയോടുകൂടി ഒന്ന് ചോദിച്ചു നോക്കുക, ആൾക്കാരെ കാണാൻ ശ്രമിക്കുക. നിത്യജീവിതത്തിൽ നിങ്ങൾ കാണുന്ന ആൾക്കാരെ കാണുമ്പോൾ ഇദ്ദേഹത്തിന് എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറി എന്തായിരിക്കാം, ഇങ്ങനെയുള്ള ഉള്ളിൽ നിങ്ങൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കുക. ഇദ്ദേഹം എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് ഇയാളുടെ ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇങ്ങനെ എല്ലാത്തിലും ഒരു മീനിങ്ങും അതിനൊരു അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുന്നിടത്ത് നമുക്ക് ഭയങ്കര ഒരു തൃപ്തിയും സന്തോഷവും വല്ലാണ്ട് ഫീൽ ചെയ്യും. അത് നമ്മുടെ ക്രിയേറ്റീവ് സൈഡിനെയും അതേപോലെ തന്നെ നമ്മുടെ ഹാപ്പിനെസ്സിനെയും ബൂസ്റ്റ് ചെയ്യുന്നതിൽ വളരെ നന്നായിട്ട് ഹെൽപ്ഫുള്ളാണ്. അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മെഡിറ്റേഷനാണ്. ടേക്ക് എ മെഡിറ്റേഷൻ, പ്രോപ്പർ മെഡിറ്റേഷൻസ് പരമാവധി മോർണിംഗിൽ അത് ചെയ്യുക. തീർച്ചയായിട്ടും ഈവനിങ്ങിലും ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. നല്ല ക്രിയേറ്റീവായിട്ടുള്ള ഒരു മൈൻഡിലേക്ക് നമുക്ക് മാറാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് മാത്രം പറയുകയാണ്. ഇപ്പോൾ പിൻവാങ്ങുന്നു. സിസ്റ്റർ ഷാഫി മുഹമ്മദ്. സീ യു ലേറ്റർ. ബൈ. ടേക്ക് കെയർ.